നമ്മളുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സെഗ്മെന്റുകളിൽ ഒന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ് കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ പേര് വർഗീസ് തിലകൻ. ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോഡക്റ്റ് ഏതുമായിക്കൊള്ളട്ടെ, ആ പ്രോഡക്റ്റ് വിറ്റ് അതുവഴി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ബിസിനസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥ ഓഡിയൻസിലേക്ക്, യഥാർത്ഥ കസ്റ്റമറിലേക്ക് എത്തുകയും അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് പര്യാപ്തമായ ഒരു സൊല്യൂഷനാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ കസ്റ്റമർ എന്ന് കൃത്യമായ ഒരു ഐഡിയ നമുക്കുണ്ടാകണം. അതായത് കസ്റ്റമറിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇതിനെയാണ് കസ്റ്റമർ അവതാർ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അവതാരം, ഒരു കസ്റ്റമറിന്റെ ഒരു അവതാരത്തെ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായി വരേണ്ടത്? 1, കസ്റ്റമറിന്റെ ഏജ് നമുക്ക് എടുക്കാം. 2, കസ്റ്റമറിന്റെ ലൊക്കേഷൻ നമുക്ക് എടുക്കാം. 3, കസ്റ്റമറിന്റെ ജെൻഡർ നമുക്ക് എടുക്കാം. അടുത്തത് ഇൻകം, അതായത് എത്രമാത്രം ഇൻകമാണ് ഈ കസ്റ്റമർ ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫാമിലി സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കൃത്യമായ ഒരു ഇൻഫർമേഷൻ. ഒക്കുപ്പേഷൻ, ഏത് തരത്തിലുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്, ബിസിനസ് ആണോ, എംപ്ലോയിഡ് ആണോ, ആണെങ്കിൽ ഏകദേശം ഏത് ഡെസിഗ്നേഷനിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ കൃത്യമായി അവതാരം ഉണ്ടാക്കണം. ഏത് തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്, പ്രീമിയം പ്രോഡക്റ്റ് ആണോ, സെമി പ്രീമിയം പ്രോഡക്റ്റ് ആണോ, ഒരു നോർമൽ പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അടുത്തത് എന്താണ് നമ്മുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ്, USP, നമ്മുടെ പ്രോഡക്റ്റിന്റെ അഥവാ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണീക്ക് ആയിട്ടുള്ള സെല്ലിംഗ് പോയിന്റ് ഏതാണ്, അത് കൃത്യമായി നമുക്ക് അവതാറിൽ എടുക്കണം. എവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്, കൺട്രി നമുക്ക് എടുക്കാം, സ്റ്റേറ്റ് നമുക്ക് എടുക്കാം. ഇനി പ്രത്യേക മെട്രോപൊളിറ്റൻ സിറ്റി ആണ് എങ്കിൽ, ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മുടെ പ്രോഡക്റ്റ് ഓൺലൈനിൽ ലോഞ്ച് ചെയ്യുന്നുവെങ്കിൽ അത് എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ആമസോണിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ കസ്റ്റമറിന്റെ ഏത് ബിഗ് പ്രോബ്ലമാണ് നമ്മുടെ സൊല്യൂഷൻ കൊണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ബെനിഫിറ്റ് ആണ് കസ്റ്റമറിന് കിട്ടുന്നത്, എന്ത് റിയൽ പ്രോബ്ലമാണ് നമ്മുടെ പ്രോഡക്റ്റ് അഥവാ സർവീസ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കസ്റ്റമറിന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗിന്റെ മെസ്സേജ് കൃത്യമായി ഡെലിവറി ചെയ്യുന്നത് എസ്പെഷ്യലി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാണ്. സോഷ്യൽ മീഡിയ ആയാലും, ഫേസ്ബുക്ക് ആയാലും, ഇൻസ്റ്റാഗ്രാമിലായാലും, ഇനി യൂട്യൂബിലായാലും, ഗൂഗിളിലായാലും എല്ലാം ഈ മെസ്സേജ് കൃത്യമായി നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ കൃത്യമായ ഒരു അവതാർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യുന്നു. ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നമ്മളോട് ചോദിക്കും ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ്, അവരുടെ ഏജ് എത്രയാണ്, അവരുടെ ഇൻകം കാറ്റഗറി ഏതാണ്, ഏത് സ്റ്റേറ്റ് ആണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, കൃത്യമായി ഏത് പ്രോബ്ലമാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, അവർ ഏത് കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ്, അവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണോ, അവർ യൂസ് ചെയ്യുന്ന മൊബൈൽ ഏതാണ്, അവർ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഏതൊക്കെയാണ്. ഇതൊക്കെ കൃത്യമായി ഫേസ്ബുക്ക് നമ്മളോട് ചോദിച്ചിട്ട് ഫേസ്ബുക്ക് കൃത്യമായി ഈ അവതാർ വെച്ചുകൊണ്ടാണ് നമുക്ക് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുകയും ആ ഓഡിയൻസ് വഴിയാണ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ലീഡ്സിനെ നമുക്ക് തരികയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, കൃത്യമായി നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ കസ്റ്റമറിന്റെ റിയൽ എങ്ങനത്തെ കസ്റ്റമറാണ്, ഏജ് കാറ്റഗറി, ഇൻകം കാറ്റഗറി, ജെൻഡർ കാറ്റഗറി, ഫാമിലി സ്റ്റാറ്റസ്, ഒക്കുപ്പേഷൻ, ഏത് പ്രോബ്ലമാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അവർക്ക് അതുവഴി കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, എന്ത് പെയിൻ പോയിന്റ് ആണ് അവർ അവോയ്ഡ് ചെയ്യുന്നത്, ഏത് പ്രോബ്ലത്തെയാണ്
റിസോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം നമ്മുടെ കസ്റ്റമർ അവതാറിൽ ഉണ്ടാകണം. ഇനിയും നിങ്ങളുടെ ബിസിനസ് തുടങ്ങി കുറച്ചു കാലമായി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ തുടർന്ന് നമ്മളുടെ ലീഡ്, ആക്യുറേറ്റ് ആയ ലീഡ്സ് നമുക്ക് കിട്ടുകയും ഒന്നുകൂടെ കൂടുതൽ സെയിൽസിലേക്ക് അത് മൂവ് ചെയ്യുകയും അതുവഴി നമുക്ക് ഒരു റിസൾട്ട് തരികയും ചെയ്യും. അപ്പൊ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ അതൊരു സിസ്റ്റം ആക്കണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കൃത്യമായി ആരാണെന്നും അവരെ കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും അവരുടെ ഒരു അവതാർ സെറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമന്റും രേഖപ്പെടുത്താവുന്നതാണ്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.